പാലക്കാട് പഴയ ലക്കിടിയിൽ അങ്കണവാടി ടീച്ചറുടെ മുഖത്ത് മുളകുപൊടി എറിഞ്ഞ് മാല മോഷ്ടിക്കാൻ ശ്രമം. പഴയ ലക്കിടി 14-ാം നമ്പർ അങ്കണവാടിയിലാണ് മോഷണ ശ്രമം നടന്നത്. ഒരു പ്രതികരണത്തിലേക്ക്. ഞാനിവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ്. എനിക്ക് എൻ്റെ ഒരു അങ്കണവാടി പഠിക്കുന്ന കുട്ടിയുണ്ട്. ഭാര്യ ഗർഭിണിയാണ്. അപ്പോൾ രണ്ടുപേരെയും ചേർത്തണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. എന്നാൽ ശരി, ഞാൻ സർവേ ബുക്കിൽ എഴുതട്ടെ, നാളെ വരുമ്പോൾ ആധാർ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ബുക്ക് എടുത്ത് എഴുതാൻ നിന്നപ്പോഴാണ് അയാൾ മുളകും പൊടി എടുത്ത് എൻ്റെ മുഖത്തേക്ക് ഇങ്ങോട്ട് ഇട്ടിട്ട് ചെയിനിൽ ഇങ്ങനെ പിടിക്കുകയാണ് ചെയ്തത്. ഇവിടെ ഇങ്ങോട്ട് പിടിച്ചു. അപ്പം ഞാൻ ഈ രണ്ട് ഭാഗവും പിടിച്ചു. അപ്പോൾ അയാൾക്ക് അങ്ങനെ അങ്ങോട്ട് പൊട്ടിച്ച് എടുത്ത് ഓടാൻ പറ്റിയില്ല. പിന്നെ ഞാൻ കളയെന്ന് പറഞ്ഞ് ഉറക്കെ പറഞ്ഞപ്പോൾ ഈ പരിസരത്തുള്ളവരൊക്കെ കൂടി അയാൾ അങ്ങനെ ഓടിപ്പോയി. ശ്രീകുമാരൻ ഒരിക്കൽ കൂടി ചേർന്നു. ശ്രീജിത്ത്, എന്താണ് ശരിക്കും സംഭവിച്ചത്? ആസൂത്രിത മോഷണമാണ്, അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എത്തുന്നു. ഈ അഡ്മിഷന് വേണ്ടിയുള്ള പ്രൊസീജിയർ നടത്തുന്നതിനിടെ മുളകുപൊടി എറിയുന്നു. ഒരു അങ്കണവാടി ടീച്ചർ എന്നൊക്കെ പറഞ്ഞാൽ ആ മേഖലയിൽ ഏകദേശം കുറെ ആളുകളൊക്കെ അറിയുന്നവരായിരിക്കും. പ്രതിയെക്കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? ഇതുവരെ ആ ഭാഗത്തൊന്നും കണ്ടിട്ടില്ലാത്ത ആളാണോ? അതെ, അംഗനവാടി ടീച്ചർ കൃഷ്ണകുമാരി ആ പ്രദേശത്തെ ആളുകളെ കുറിച്ച് കൃത്യമായി ധാരണയുള്ള ആളാണ്. ഈ പ്രദേശത്ത് വാടകയ്ക്ക് താമസിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭാര്യ ഗർഭിണിയാണ്, കുട്ടികളുണ്ട്. കുട്ടിയെ അടിയന്തരമായി അംഗനവാടിയിൽ ചേർത്തണമെന്ന ആവശ്യമായിരുന്നു ഈ വന്നയാൾ ആവശ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ റെക്കോർഡ് ബുക്കിൽ, ഈ രജിസ്റ്റർ ബുക്കിൽ ആ പേര് ചേർക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു നടത്തിയത്. എന്തായാലും ആ പേരെഴുതുന്നതിൻ്റെ ഇടയിൽ തന്നെയാണ് ഈ മുളകുപൊടി മുഖത്തേക്ക് എറിയുന്നത്. പക്ഷേ അപ്പോഴേക്കും പൂർണ്ണമായി കണ്ണിൽ വീണില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മോഷ്ടാവിൻ്റെ കൈകൾ കൂട്ടിച്ചേർത്ത് ഈ ടീച്ചർ പിടിക്കുകയായിരുന്നു. അങ്ങനെ കുടഞ്ഞ് ഈ മോഷ്ടാവ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ആ CCTV ദൃശ്യങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് ഈ മോഷ്ടാവ് ഓടിപ്പോകുന്ന CCTV ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസ് ഈ വിഷയത്തെക്കുറിച്ച് അല്പസമയം മുൻപാണ് സംഭവം നടന്നത്. പോലീസ് എന്തായാലും ഒറ്റപ്പാലം പോലീസ് എന്തായാലും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുന്നുണ്ട്. CCTV കിട്ടിയ സാഹചര്യത്തിൽ ഈ മോഷ്ടാവ് ഏത് ഭാഗത്തേക്കാണ് ഓടിപ്പോയതെന്നതിനെ കുറിച്ച് വ്യക്തമായ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ടാകും. ഉടൻ തന്നെ മോഷ്ടാവ് പിടിയിലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 3.5 പവന്റെ മാലയായിരുന്നു. മാല എന്തായാലും ടീച്ചറുടെ കയ്യിൽ തന്നെയുണ്ട്. മുളകുപൊടി കണ്ണിൽ വീഴാത്തതുകൊണ്ട് വലിയ ഭാഗ്യമായി, കാര്യമായ രീതിയിലുള്ള പരിക്കേറ്റിട്ടില്ല. എന്തായാലും ഞെട്ടിക്കുന്ന സംഭവമാണ്. അംഗൻവാടിയിൽ കയറിയാണ് ഒരു മോഷണ ശ്രമം നടത്തിയിരിക്കുന്നത്. അതും ടീച്ചറുടെ മാല മോഷ്ടിക്കാൻ മുളകുപൊടി എറിഞ്ഞ് അങ്ങനെ ഒരു ശ്രമമാണ് ഒറ്റപ്പാലത്ത് നടന്നിരിക്കുന്നത്. ഇതുവരെ പ്രതിയെ പിടിക്കാൻ സാധിച്ചിട്ടുമില്ല. ജയം കള്ളന്റെ ലക്ഷ്യം തെറ്റിയത് കൊണ്ട് തന്നെ കണ്ണിലേക്ക് മുളകുപൊടി എറിഞ്ഞില്ല. അതുകൊണ്ട് മാല സേഫാണ്. എന്തായാലും കൃത്യമായ ആസൂത്രണത്തോടെ എന്നോ ഈ മാല ആ പ്രതി കണ്ടുവച്ചിട്ടുണ്ട്. അത് തട്ടാനുള്ള ശ്രമമായിരുന്നു. പ്രതിക്കുള്ള അന്വേഷണം ഊർജിതമാണ്.